ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ LGBTQ വിഭാഗങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ആക്ടിവിസ്റ്റ് കൂടിയായ ആചാര്യ മഹാമണ്ഡലേശ്വർ ലക്ഷ്മി നാരായണ ത്രിപാഠിയാണ് കിന്നർ അഖാഡ സ്ഥാപിക്കാൻ പ്രധാന ശ്രമം നടത്തിയത്. 2014 മൂന്നാം ലിംഗം എന്നത് ഔദ്യോഗികമായി അംഗീകരിക്കണമെന്ന് ത്രിപാഠി സുപ്രീം കോടതിയിൽ ഒരു പരാതി നൽകി. ഈ വ്യവഹാരത്തിന്റെ വിജയത്തെ തുടർന്നാണ് 2015 കിന്നർ അഖാഡ സ്ഥാപിക്കപ്പെടുന്നത്. ഭിന്നലിംഗക്കാരുടെയും കലാകാരന്മാരുടെയും സന്യാസി സമൂഹമാണ് കിന്നർ അഖാഡ. ഏറ്റവും വലിയ അഖാഡയായ ജൂന അഖാഡയുടെ ശാഖയായാണ് കിന്നർ അഖാഡ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. 2016 ഉജ്ജയിനിൽ സംഘടിപ്പിച്ച കുംഭമേളയിൽ ഇവർ ആദ്യമായി പങ്കെടുത്തു. 2019 പ്രയാഗ്രാജിൽ സംഘടിപ്പിച്ച കുംഭമേളയിലും ഇവർ പങ്കെടുത്തിരുന്നു. അതോടെ കിന്നർ അഖാഡ പൊതുസന്യാസ സമൂഹത്തിന്റെ ഭാഗമായി മാറി. അധിനിവേശ മൂല്യങ്ങളുടെ അതിപ്രസരം മൂലം പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നലിംഗ സമൂഹത്തിന്റെ ഉന്നമനമാണ് കിന്നര അഖാഡയുടെ പ്രധാന ലക്ഷ്യം. ആ സമൂഹത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുകയും അവരുടെ ആത്മീയ ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടാക്കുകയുമാണ് കിന്നര അഖാഡ ചെയ്യുന്നത്.